പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് പോവുകയാണ്. പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങളുടെ പൊന്നുകൊണ്ട് പാറക്കുട്ടിയുണ്ട്, രതീഷനുണ്ട്. അല്ലേ ഹായ് പറയാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഓച്ചിറ അമ്പലത്തിൽ വന്നു കാള കണ്ടു. എന്ത് രസമാണല്ലേ. പായിക്കുഴി വലിയ കുളങ്ങര പൗരസമിതിയുടെ രൗദ്രബ്രഹ്മ ഋഷഭ. ഇത് പ്രയാർ ശക്തികുളങ്ങര പൗരസമിതി. അഘോര രുദ്രനേർ. എന്തൊക്കെ പേരാണല്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ എൻ്റെ വീടിനടുത്താണ്, പക്ഷേ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. പായ്ക്കുഴി കര കെട്ടുത്സവ സമിതി, വലമ്പരി വലമ്പരി, വാരനാട് കൊമ്പൻ. കണ്ടോ, വാരനാട് കൊമ്പനാണ്. ഓരോ സ്ഥലത്തിൻ്റെയാണ്. കണ്ടില്ലേ, ചിറക്കടവങ്കര മഹാദേവൻ. ഇങ്ങനെ അടുപ്പിച്ച് കുറേ ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 ചിലതൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഒത്തിരി കാളകളാണേ, എന്ത് രസമുണ്ട്. ഇത് അഴിക്കാൻ തുടങ്ങി കണ്ടോ, കച്ചി വെച്ചിട്ടുള്ളതാണ്. അങ്ങോട്ട് കുറേ ഉണ്ട്. ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഇതെല്ലാം കണ്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൊമ്പിലും ഓരോ ഇതിലും വ്യത്യാസമുണ്ട്. കൊമ്പാണെങ്കിലും അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രഭട അല്ലെങ്കിൽ ആ നെറ്റിപ്പട്ടം, പ്രഭടയല്ല സോറി നെറ്റിപ്പട്ടം, അതൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഡിസൈൻസിൽ കുറേ ചേഞ്ചുകളുണ്ട്. നല്ല രസമുണ്ട്. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ആ കുറേ ഈ കൊച്ചു കാളകളുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ. ഇങ്ങനെ കച്ചവടക്കാരും ഈ ബാഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, കളിപ്പാട്ടങ്ങൾ. എന്ത് രസമുണ്ട് കേട്ടോ. ഉണ്ടോ, എന്ത് രസമുണ്ട്. നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്തതാണ് ഇതെല്ലാം. ഇങ്ങനെ വളരെ ഹാർഡ് വർക്കായിട്ട് എത്രയോ ആളുകളുടെ കഷ്ടപ്പാടാണ് ഇത്രയും ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണുന്നത്. ഇവിടെ വീടിനടുത്താണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അമ്പലത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ കാള ഒക്കെ കാണാൻ വേണ്ടി ആദ്യമായിട്ടാണ് വരുന്നത്. മാല ഉണ്ടല്ലേ, എന്ത് രസമുണ്ട്. ഉണ്ടോ, കുരുത്തോലയും ഓലയും ഒക്കെ വെച്ചിട്ടാണ്. എന്ത് രസമുണ്ടല്ലേ. അതുപോലെ തന്നെ നൂട്ടുമാല, നൂട്ടുമാല ഉണ്ടല്ലേ, സൂപ്പർ. പിന്നെ ഒരു ചെറിയൊരു കാള. ശിവപ്രിയൻ. പരസ്യമൊക്കെ കേട്ടോ. കച്ചവടക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഓച്ചിറ പൊതുവെ നല്ല തിരക്കാണ് ഈ ഒരു ഉത്സവ സീസണിലൊക്കെ. എല്ലാവരും വരും. വൃശ്ചികത്തിൽ ഇതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. ഉണ്ടോ, എന്ത് രസമുണ്ട്. പാവ കണ്ടോ,
ഇവിടെ ഈ ഒരു പ്രതിമ ബിംബമൊക്കെ വെച്ചിട്ട് നമ്മൾ തൊഴാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ രോഗശമനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒരു ഭജനയുണ്ട് കേട്ടോ. ഭജന കേൾക്കാമെന്നറിയില്ല, ഇവിടെ ഒത്തിരി ശബ്ദത്തിൻ്റെ വരുന്നുണ്ട്, അപ്പോൾ കേൾക്കാമെന്നറിയില്ല. ഇതാണ് ഓച്ചറക്കളി നടക്കുന്ന ആ ഒരു കുളം. നല്ല രസമുണ്ട്. താമരയൊക്കെ ഉണ്ട് കേട്ടോ. വിരിഞ്ഞിട്ടില്ല, മൊട്ടുകളാണേ, കുറേ ഉണ്ട്. എല്ലാം കാളയാണ്. അമ്പലത്തില് പുണ്യപൂക്കാവ് നക്ഷത്രവനമാണ്. നക്ഷത്രവനത്തിലാണേ വന്നേ ഓച്ചറ അമ്പലത്തിൽ. ഇത് കണ്ടോ, വന്നി അവിട്ടം നക്ഷത്രക്കാരുടേത് കണ്ടോ. ഇത് പേരാല് മകം നക്ഷത്രക്കാർക്ക്. ഇത് ഇലഞ്ഞി അനിഴം നക്ഷത്രത്തിൽ. ഇലഞ്ഞി മരം നല്ല രസമുണ്ടേ. ഇനിയും ഉണ്ട്, കണ്ടില്ലേ. നാഗം ആയില്യം നക്ഷത്രക്കാരുടേത് നാഗമരമാണ്. നാഗലിംഗമരം എന്ന് കേട്ടിട്ടില്ലേ, അതായിരിക്കാം. ഇത് ഇരിപ്പ രേവതി, എന്തൊക്കെ വൃക്ഷമാണല്ലേ. ഇത് നീർമരുത് ചോതി നക്ഷത്രക്കാരുടെയാണ്. നീർമരുത്, ഇത് നീർമരുതായിരുന്നല്ലേ. ഇത് പ്ലാശ് പൂരം നക്ഷത്രത്തിൻ്റെ ഇതിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് ഓപ്പോസിറ്റാണ്. പ്ലാശ് ഇല ഉണ്ട്, ഒരു വെറൈറ്റി, ഒരു വട്ട ഇല പോലെ. വട്ടയല്ല, തേക്കിൻ്റെയൊക്കെ ഇല ചെറുതായതുപോലെ. ഇത് നെല്ലിമരം ഭരണി നക്ഷത്രത്തിൻ്റെ. പക്ഷെ ഇതൊക്കെ ഏടെ തുടങ്ങിയാണ് കേട്ടോ. അതായത് നല്ല രസമുണ്ട്. ഇത് പ്ലാവ് ഉത്രാടം നക്ഷത്രത്തിൻ്റെത്. നമ്മുടെ പ്ലാവ് കോമൺ. കണ്ടില്ലേ, ഒരു നന്ദികേശൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ. നല്ല രസമുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് ചെയ്ത കേട്ടോ. ആളുകളൊക്കെ ഇങ്ങനെ എൻ്റെ ചെവിയിലോ എന്ന് പറയുന്നതാണ്. ഇത് ഞാവൽ മരം രേവതി അല്ല രോഹിണി നക്ഷത്രം, സോറി. ഇത് കരിങ്ങാലി മകയിരം നക്ഷത്രത്തിൻ്റെ. ഇത് തേന്മാവ് പോരുരുട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ കരിമ്പന കണ്ടോ. വാവ്, നല്ല രസമുണ്ട്. ഉത്രട്ടാതി. ഇത് ഉത്രം നക്ഷത്രത്തിൻ്റെ ഇത്തിമരം. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇല കണ്ടോ, ഒരു കളർ മരം. കാഞ്ഞിരം അശ്വതി നക്ഷത്രത്തിൻ്റെ. കൂവളം ചിത്തിര നക്ഷത്രത്തിൻ്റെ കണ്ടോ. ഓരോ നക്ഷത്രങ്ങൾക്കും ഇങ്ങനെ ഒരു മരമുണ്ട്. ഇത് വെട്ടിമരം തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ. ഇത് അമ്പഴം അത്ത നക്ഷത്രത്തിന്. ഇത് എരിക്ക് തിരുവോണം നക്ഷത്രം കണ്ടല്ലേ, എരിക്ക്. ഇത് വയ്യങ്കത വിശാഖ നക്ഷത്രം. വിശാഖം നക്ഷത്രത്തിൽ എൻ്റെ മരമാണ് കേട്ടോ വിശാഖം. ഞാൻ വിശാഖ നക്ഷത്രമാണ്, എൻ്റെയാണ് വയ്യങ്കത. വഞ്ചി പൂരാടം നക്ഷത്രത്തിൽ. വഞ്ചി എനിക്കൊരു മരം ഉണ്ടെന്ന് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് കേട്ടോ. ഇത് പൈൻ മരം മൂലം നക്ഷത്രത്തിൻ്റെത്. പൈൻ. ഇത് കടമ്പ് മരം ചതയ നക്ഷത്രത്തിൻ്റെ. ഇത് കൊക്കോ മരത്തിൻ്റെ ഇലയുടെ കൂട്ടൽ. ഇത് മുളയാണേ. മുള പുണർദം നക്ഷത്രത്തിനാണ് മുള. പുണർദം. ഇത് കരിമരം തിരുവാതിര നക്ഷത്രത്തിന് കരിമരം. ഇത് അത്തിമരം കാർത്തിക നക്ഷത്രം. അത്തിമരത്തിൽ ഇത് കായൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. തിന്നാൻ പറ്റുമല്ലേ. അത്തിപ്പഴം എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ കായൊക്കെ ഉണ്ടോ, കുറേ ഉണ്ട്. ഓരോ മരങ്ങളും ഇതുപോലെ ആൽത്തറകൾ കെട്ടി ഇങ്ങനെ ചുറ്റിനും വെച്ചിട്ടുണ്ട്. പിന്നെ തന്നെ അവിടെ ഒരു നന്ദികേശൻ്റെ ഒരു സ്റ്റാച്ചു, പിന്നെ പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം. നല്ല ഒരു തിരക്കുണ്ട്. താമരകളുണ്ട്.
രസമുണ്ട്. ഇതിങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ടോ, ഇതിൽ നല്ല രസമുണ്ട്. അപ്പുറവും ഇപ്പുറവും 2 കുളമുണ്ട് അമ്പലത്തിന്. പാനിപ്പൂരി കഴിക്കുകയാണ്. പാനിപ്പൂരി കഴിക്കുകയാണ്. ലാസ്റ്റ് വേണം വീഡിയോ എടുക്കാൻ പറഞ്ഞു. നോർത്ത് ഇന്ത്യ ഒന്നും കഴിക്കുന്ന ടേസ്റ്റ് ആയില്ല. ഇവിടുന്ന് മറ്റേ നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ടേസ്റ്റുമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. റോഡെല്ലാം നല്ല ബ്ലോക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കുറേ ഇടവഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊച്ചിറ അമ്പലത്തിൽ നിന്ന് കാളയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതാണ് കേട്ടോ പുറക്കാവ് അമ്പലം. ഞാൻ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൽ. ഞാൻ വന്നിട്ടുണ്ടോ കുറേ പ്രാവശ്യം. വെറ്റ പുറത്തുനിന്ന് പുറക്കാവ് അമ്പലം. ഞങ്ങൾ അവിടെ സൈക്കിളിൽ വരും. ഞങ്ങൾ സ്കൂളിൽ പരീക്ഷ ചെയ്യുമ്പോൾ ഞങ്ങൾ 5 രൂപ വെറ്റയെന്ന് പറഞ്ഞാൽ ഒരിടത്ത് വെറ്റ കിട്ടും. വെറ്റ മേടി ഇവിടെ പറഞ്ഞു അമ്പലത്തിൽ. നമ്മളെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മളാ മനസ്സിലാകാൻ വെറ്റ പറഞ്ഞ നേരം നമ്മുടെ ആഗ്രഹം നമ്മൾ അമ്മയുടെ മനസ്സിൽ സമർപ്പിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ആ കാര്യം നമുക്ക് സാധിച്ചു പെട്ടെന്ന് തന്നെ. സത്യമാണ്. ഞാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പോലെ ചുമ്മാതാണ് വേറെ രീതിയിലുള്ള കാര്യങ്ങൾ. പക്ഷെ ദൈവത്തിനെ ഒരുപാട് അതെ 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 നമ്മൾ വിശ്വസിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്താലും വിശ്വസിക്കാനും അതേപോലെ വിശ്വാസമാണ് ദൈവങ്ങളെ വിശ്വസിക്കുന്നത്. ഇത് ഓരോ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ കാര്യസ്ഥിതി പൂജ പങ്കെടുത്ത് ഞാൻ എൻ്റെ അനുഭവം പറയാം. ഗൾഫിൽ പോകണമെന്നൊരു ആഗ്രഹം അവിടെ ഈ കാര്യസ്ഥിതി പൂജയിൽ എൻ്റെ കൂട്ടുകാരൻ അമ്മ പിടിച്ച് കാര്യസ്ഥിതി പൂജയിൽ അവനെ പിടിച്ചു. അപ്പോൾ ആദ്യം ഗൾഫിൽ പോയത് അവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അവന് ഗൾഫിൽ പോകണമായിരുന്നു. അപ്പോൾ എന്നെക്കാട്ടി ഒരു മാസം മുമ്പേ അവൻ്റെ ഗൾഫിൽ പോകണ കാര്യം റെഡിയായി. അപ്പം ഞാനും മനസ്സിലാക്കി എനിക്ക് ഇവിടുന്ന് ഗൾഫിൽ പോകാൻ നല്ല ചാൻസുകൾ കിട്ടണമെന്ന്. അപ്പം ഞാൻ ഈ കാര്യസ്ഥിതി പൂജ തീരുന്നതിന് മുമ്പേ എനിക്ക് അങ്ങോട്ട് 2003-2004 ആ കാലഘട്ട സമയത്ത് ആ സമയത്തിലാണ് ഞാനും എനിക്ക് പെട്ടെന്ന് റെഡിയായി. അതുപോലെ സന്ധ്യ സമയത്ത് ഒരാളോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ദിലീഷിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഫോട്ടോയും ഇന്ന ആളെ കൊണ്ട് കൊടുക്കും. നമ്മൾ പെട്ടെന്ന് ആളുടെ കൊണ്ട് കൊടുക്കും. ആ കാര്യം സാധിച്ചു. ഞാൻ ഗൾഫിൽ പോയിപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്പലത്തിൽ വിടാം. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാനായിട്ട് വഴിയിൽ വണ്ടി നിർത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചൂട് ചായയാണ് കേട്ടോ. കൊള്ളാം. ഞങ്ങൾ ഓച്ചറയിൽ പോയിച്ചു നല്ല നല്ല സൂപ്പർ ചൂടുള്ള നല്ല തേയിലവെള്ളം. പണ്ടുള്ളവർ പറയും തേയിലവെള്ളം എന്ന് പറയും. പിന്നെ എല്ലാവരും കട്ടൻ ചായ കട്ടൻ ചായ. നമ്മുടെ നട്ടൽ രീതി വെച്ച് തേയിലവെള്ളം കുടിച്ചു ഞങ്ങൾ. നല്ല തമിഴണ്ണന്മാരുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ നല്ല ചൂട് തേയിലവെള്ളം, സൂപ്പർ തേയിലവെള്ളം. ഞങ്ങൾ ഇവിടുന്ന് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. തിരക്ക് കാരണമായിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോകളൊന്നും. അതെ, വളരെ തിരക്കായിരുന്നു. ഒരു വണ്ടിയെ ഒന്ന് ജസ്റ്റ് നടന്ന് നടക്കാൻ പോലും ഇതില്ലാത്ത ബുദ്ധിമുട്ടുള്ള രീതിയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ പറയൂ. ബൈ പറയൂ. ബൈ ബൈ. ബൈ.